എന്തുകൊണ്ടാണ് സംഘപരിവാറിൻ്റെ ഈ അജണ്ടകൾ അവർ ഏറ്റെടുക്കുന്നത് എന്നുള്ളതിന് അവരാണ്, അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് മറുപടി പറയേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞൊരു 10 വർഷത്തോളമായി നമ്മൾ സംഘപരിവാർ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് പോലും ഈ മാറാട് വിഷയം ഇത്ര സജീവമായിട്ട് ചർച്ചാ വിഷയമാക്കുന്ന ഒരു പ്രചരണം കേട്ടിട്ടില്ല. CPM ആണ് ഇപ്പോൾ രണ്ടാമത് തുടങ്ങിയിരിക്കുന്നത്. CPM പറയുമ്പോൾ പിന്നെ ഇനി അവർക്കും കൂടി അത് ഏറ്റെടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ആ നിലയിലല്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇലക്ഷൻ പ്രചരണം നടത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യരും മതനിരപേക്ഷ ആളുകളാണ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, അതിപ്പോൾ മാറാടിൻ്റെ പേരിലാണെങ്കിലും ഈ ആഭ്യന്തരം ജമാഅത്താണ് ഭരിക്കുക എന്ന് പറയുന്നതാണെങ്കിലും വെള്ളാപ്പള്ളിയുടെ വിഷയത്തിലാണ് ഒക്കെ ആണെങ്കിലും അത് മനസ്സിലാവും. പിന്നീട് എന്തുകൊണ്ടായിരിക്കും ഈ തുടരെ ഈ കാര്യങ്ങൾ പറയുന്നത്? അല്ല, അത് തന്നെയാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലമായി, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM ഇത് നിരന്തരം ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. നേരത്തെ പറയുമായിരുന്നു, പക്ഷേ വിജയരാഘവനെ പോലുള്ള കുറച്ച് ആളുകൾ മാത്രമാണ്. ഇപ്പോൾ അത് അവരുടെ ഒരു ഔദ്യോഗിക നെറേറ്റീവിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേപോലെ ആവർത്തിക്കുന്ന ചില കാര്യങ്ങളായിട്ട് ഇത് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ പുറകുള്ള അജണ്ട എന്താണ്? പ്രത്യേകിച്ചും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാണിക്കുന്നത് അവർക്ക് പോലും അത് വോട്ടാക്കി മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നിട്ടും സ്വന്തം പാർട്ടിക്കും മുന്നണിക്കും വോട്ട് നേടിക്കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രചരണായുധമല്ല ഇത് എന്ന് തിരിച്ചറിഞ്ഞിട്ടും വീണ്ടും എന്തുകൊണ്ടാണ് സംഘപരിവാറിൻ്റെ ഈ അജണ്ടകൾ അവർ ഏറ്റെടുക്കുന്നത് എന്നുള്ളതിന് അവരാണ്, അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് മറുപടി പറയേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞൊരു 10 വർഷത്തോളമായി നമ്മൾ സംഘപരിവാർ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് പോലും ഈ മാറാട് വിഷയം ഇത്ര സജീവമായിട്ട് ചർച്ചാ വിഷയമാക്കുന്ന ഒരു പ്രചരണം കേട്ടിട്ടില്ല. CPM ആണ് ഇപ്പോൾ രണ്ടാമത് തുടങ്ങിയിരിക്കുന്നത്. CPM പറയുമ്പോൾ പിന്നെ ഇനി അവർക്കും കൂടി അത് ഏറ്റെടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ആ നിലയിലല്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇലക്ഷൻ പ്രചരണം നടത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ തൃത്താല മണ്ഡലത്തിൽ ഇപ്പോൾ CV ആയിട്ടുണ്ടായിരുന്ന CV ബാലകൃഷ്ണനുമായിട്ടുണ്ടായിരുന്ന ചില സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ അതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു. അല്ല, അത് സ്വാഭാവികമാണല്ലോ. ഞങ്ങൾ തമ്മിൽ ഒരു പാർട്ടിയിൽ ഉണ്ടാകുമ്പോൾ അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അത് ഘട്ടങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും. നിങ്ങൾ പറയുന്ന പോലെ മറ്റു തരത്തിൽ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പറ്റാത്തതോ പരിഹരിക്കാൻ പറ്റാത്തതോ ആയിട്ടുള്ള ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ 151 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ ഇരുവരും ചേർന്ന് തീരുമാനിച്ചത് പൂർണ്ണമായിട്ട് ഏകകണ്ഠമായിട്ടാണ്. ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ഒക്കെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതൊക്കെ പൂർണ്ണമായി ജനാധിപത്യമായ രീതിയിൽ ചർച്ച ചെയ്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തി എല്ലാ തരം പരിഗണനകളും പരിശോധിച്ചുകൊണ്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചത്. അതിൻ്റെ റിസൾട്ട് ഉണ്ടായി. ഞങ്ങൾക്ക് ഈ ഇലക്ഷനിൽ ലഭിച്ച ഇലക്ട്രൽ ഡിവിഡൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ടുണ്ടായതാണ്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങളുടെ വിജയമന്ത്രം. അപ്പോൾ അത് മുന്നോട്ട് പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഏതോ കാലത്ത് ഏതെങ്കിലും വിഷയത്തിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അത് ശാശ്വതമല്ലല്ലോ. അത് പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നുള്ളതാണ് എല്ലാ കാലത്തെയും രീതി. അതിപ്പോൾ ഇവിടെ തൃത്താലയിൽ മാത്രം അങ്ങനത്തെ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം പറയുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ എത്രയോ അഭിപ്രായ വ്യത്യാസങ്ങൾ മറ്റ് പല സ്ഥലങ്ങളിലും ഇപ്പോഴും ചിലപ്പോൾ നിലനിൽക്കുന്നുണ്ടാവും. ഇവിടെ അങ്ങനത്തെ ഒരു വിഷയവുമില്ല. അത് പൂർണ്ണമായിട്ട് പാർട്ടിയാണ്, മുന്നണിയാണ് പ്രധാനം. അതിൻ്റെ ഇലക്ടറൽ സാധ്യതകൾ ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനവും ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല, നാളുകളിലും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ പട്ടാമ്പി സീറ്റിൻ്റെ കാര്യത്തിൽ അത് മുസ്ലിം ലീഗിന് വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. കോൺഗ്രസ്സിലെ വലിയൊരു വിഭാഗം കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത്തരം ഒരു സീറ്റ് വിഭജന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടോ? ഇല്ല, UDFൻ്റെ ആ നിലയിൽ സീറ്റുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു LDFലും ആയിട്ടില്ല എന്നാണ്. കാരണം ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള കേരള കോൺഗ്രസ്സൊക്കെ ഞങ്ങൾ 13 സീറ്റ് ചോദിക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ശ്രേയംസ് കുമാറിൻ്റെ ജനതാദൾ അവരൊക്കെ കൂടുതൽ സീറ്റ് ചോദിക്കുമെന്നൊക്കെ പറയും. അപ്പോൾ അവരുടെയും ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ UDFനെ സംബന്ധിച്ച് ആ നിലയിലുള്ള ചർച്ച ആയിട്ടില്ല. അതുകൊണ്ട് അതും ഇപ്പോൾ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ ഓരോ ദിവസവും വാർത്തയുണ്ടാക്കുകയാണ്. നിങ്ങളൊരു ദിവസം പറയുന്നു പട്ടാമ്പി ലീഗ് ചോദിക്കുമെന്ന്, അത് ചോദിക്കുമെന്ന് പറഞ്ഞ് ഏതെങ്കിലും കോൺഗ്രസ് നേതാവിൻ്റെ ബൈറ്റ് എടുക്കുന്നു. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞാൽ നേരെ ലീഗ് നേതാവിൻ്റെ അടുത്ത് പോയിട്ട് കോൺഗ്രസ് ഇങ്ങനെയാണല്ലോ ഈ സീറ്റിനെ കുറിച്ച് പറയുന്നത്, വിട്ടുതരില്ല എന്നാണല്ലോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓരോ ദിവസവും കണ്ടൻറ്റ് ഉണ്ടാക്കുകയാണ്. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ UDF തലത്തിലും കോൺഗ്രസും മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ ഒരു കൂട്ടായ്മയല്ലല്ലോ. കഴിഞ്ഞൊരു 10-40 വർഷമായിട്ട് UDF എന്ന നിലയിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കില്ല. എത്രയോ തെരഞ്ഞെടുപ്പുകൾ നേരിട്ടതല്ലേ. ഇപ്പോൾ ഈ തിരുതല പഞ്ചായത്തിലൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ആ നിലയിലൊരു പൊട്ടിത്തെറി കാണാൻ സാധിച്ചോ? കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും തമ്മിൽ. അപ്പോൾ വളരെ രമ്യമായിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ലീഡർഷിപ്പിലുള്ള എല്ലാവർക്കും ഒരു സെൻസ് ഓഫ് പർപ്പസ് ഉണ്ട്, ഒരു ലക്ഷ്യബോധമുണ്ട്. എന്താണ് ജനങ്ങൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്?
എവിടേക്കാണ് UDFനെ എത്തിക്കേണ്ടത്, അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധമുള്ള നല്ലൊരു ലീഡർഷിപ്പ് ഞങ്ങൾക്കുണ്ട്. അത് കോൺഗ്രസ്സിനുമുണ്ട്, കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുന്ന ഘടകകക്ഷികൾക്കുമുണ്ട്, UDF എന്ന നിലയിൽ മൊത്തത്തിലുണ്ട്. അത് അത്തരം ഒരു ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഐക്യം മുന്നണിക്കകത്തും പാർട്ടിക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ സെൻസുള്ള നേതാക്കളുണ്ട്. അതിനൊരു കാരണം ഈ 10 വർഷം അധികാരത്തിൽ നിന്ന് പുറത്തിരുന്നത് കൂടി ആയിരിക്കുമോ? സ്വാഭാവികമാണല്ലോ. കാരണം 10 വർഷത്തിൽ ഞങ്ങൾ പുറത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല യഥാർത്ഥത്തിൽ. കാരണം അതിനിടയിൽ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കുന്നുണ്ട്, ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ ജയിക്കുന്നുണ്ട്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ആ ജനവിശ്വാസമൊക്കെയാണല്ലോ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഒടുവിൽ നിലമ്പൂരിൽ LDFൻ്റെ സിറ്റിംഗ് സീറ്റ് ഞങ്ങൾ നേടിയെടുക്കുന്നതടക്കമുള്ള ജനവിധികളിലൂടെ ഒക്കെ തെളിയിക്കുന്നതാണല്ലോ. ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഞങ്ങൾ ജയിച്ചു. ഇതിൻ്റെ ഇടയിലുള്ള ഉപതെരഞ്ഞെടുപ്പുകളുണ്ടായിരുന്നു പഞ്ചായത്തുകളിലേക്ക്, വാർഡുകളിലേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നത്. അതിലൊക്കെ ഞങ്ങൾ ജയിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2021 നിന്ന് കൺസിസ്റ്റൻ്റായി ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത്തവണ വിജയത്തിൽ കുറഞ്ഞ ഒന്നും UDF അർഹിക്കുന്നില്ല, ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പോൾ അത് ഒരു ഫലപ്രാപ്തിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നേതാക്കന്മാരുടെ ഉത്തരവാദിത്തം. അത് കൃത്യമായിട്ട് നേതാക്കന്മാരെല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പോൾ ഈ കേരള കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞു. കേരള കോൺഗ്രസ് UDFിലേക്ക് വരുമോ എന്ന ചർച്ച സജീവമായി ഉണ്ട്. റൈംസ് കുമാറും LDFിൽ ചില അതൃപ്തിയുണ്ട്. അങ്ങനെ ഒരു മുന്നണി വിപുലീകരണം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉടനുണ്ടാവാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അല്ല, മുന്നണി വിപുലീകരണത്തിൻ്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞല്ലോ. ഇപ്പം ഞങ്ങളുടെ ഭാഗത്തേക്ക് പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഓൾറെഡി ശ്രീ PV അൻവർ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ CK ജാനു. ആ നിലയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാസ് ബേസ് വർദ്ധിപ്പിക്കാൻ ഓരോ പ്രദേശത്തും സാധിക്കുന്നുണ്ട്. ഓരോ വ്യക്തിക്കും അവരോടൊപ്പം അവരുടെ ഒരു അനുയായ വൃന്ദവും അവരുടേതായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടല്ലോ. അപ്പോൾ ആ ജനവിഭാഗത്തിൻ്റെ ഇടയിലേക്ക് UDFൻ്റെ സ്വാധീനം വിപുലീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനസ്വാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പുതിയ ഘടകകക്ഷികൾ വരിക, ഇപ്പം നിലനിൽക്കുന്ന ഏതെങ്കിലും പാർട്ടിയെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ചാടിക്കുക എന്നുള്ളതല്ല. അങ്ങനെ വന്നാൽ അതും അതിനനുസരിച്ച് പരിശോധിക്കും. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കേരള കോൺഗ്രസും ഈ പറയുന്ന ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടിയൊക്കെ LDFൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ മന്ത്രിസഭയിലും മുന്നണിയുടെ മറ്റ് രീതിയിലൊക്കെ നിൽക്കുന്ന ആളുകളല്ലേ. അവർ അവരുടേതായിട്ടുള്ള ഏതെങ്കിലും വ്യത്യസ്ത നിലപാടുകൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങളും അതിനെ പരിശോധിക്കും. പക്ഷേ അവർ വന്നാലും ഇല്ലെങ്കിലും അവരോടൊപ്പം നിൽക്കുന്ന അണികൾ അല്ലെങ്കിൽ അനുഭാവികൾ, വോട്ടർമാർ, ജനങ്ങൾ കൂടുതലായിട്ട് UDFിലേക്ക് വരുന്നതാണ്. അതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം കാണിക്കുന്നത്. എന്തായാലും VT ബൽറാം തൃത്താലയിൽ നിന്ന് തന്നെ ആണോ മത്സരിക്കുക എന്നുള്ളതിന് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. ഈ കേരളം മുഴുവൻ നടന്ന് ഈ പ്രചരണം നടത്തേണ്ട ഒരു പ്രധാന നേതാവ് കൂടിയാണ് VT ബൽറാം. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.